യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇപ്പം എൻ്റെ പ്രധാന ആലോചനയാണ് വൈകുന്നേരങ്ങളിൽ ഇന്ന് എന്ത് വീഡിയോ ആണ് ഇടുന്നത്, ഇന്ന് എന്ത് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്നായിരിക്കും. ഈ പറയുന്ന ഞാൻ പോലും യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത് സിമ്പിൾ റെസിപ്പി എന്തൊക്കെയാണ്, വീട്ടിലുള്ള സാധനങ്ങൾ ഞാൻ ആ സാധനങ്ങൾ വരെ യൂട്യൂബിൽ അടിച്ചു കൊടുക്കും. ഈ സാധനങ്ങൾ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഗുണ്ടുമുളക് എന്നാണ് പറയുന്നത്. ചിലയിടങ്ങളിൽ ഇതിനെ കൊണ്ടാട്ടം മുളക് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഗുണ്ടുമുളകും തൈരും വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അവസാനമാണെന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു രീതിക്കാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. ഗുണ്ടുമുളക് ഇല്ലെങ്കിൽ കൊണ്ടാട്ടം മുളക്, തൈര്, കുറച്ച് പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് സവോള കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ അരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സവോള അരിയുന്നതിനും ഓരോ ശൈലിയിൽ അരിയുന്നതിനും ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടത് ഞാനിപ്പോൾ ഓർക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ നമ്മുടെ ഗുണ്ടുമുളകില്ലെങ്കിൽ കൊണ്ടാട്ടം മുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ എൻ്റെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കൈകൊണ്ട് പിടിച്ചതാണ്. എന്നിട്ട് നമുക്ക് സവോളയിലോട്ട് ഈ പൊടിച്ച് വെച്ച കൊണ്ടാട്ടം മുളക് ഇല്ലെങ്കിൽ ഗുണ്ടുമുളക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള തൈര് എടുക്കാം. തൈര് എടുക്കുമ്പോഴത്തേക്കും പുളി ഇല്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു രീതിയിൽ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുളി ഇല്ലാത്ത തൈരാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർക്കണേ. ഇതൊന്ന് വേറൊരു സ്റ്റൈലാക്കി എടുക്കുകയാണെങ്കിൽ ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കടുകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്താൽ ഇതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല ബിരിയാണിയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.